ഹലോ അസ്സലാമലൈക്കും ആൻഡ് അഗൈൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് നമ്മുടെ സ്വന്തം നാട്ടിൽ, നമ്മുടെ സ്വന്തം ട്രിവാൻഡ്രത്ത് നമ്മുടെ ലുലു മോളിൽ പോയ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ നോക്കിയാലോ. അപ്പോൾ നമ്മളിതേ മാളെത്തി. വാഗ നല്ല ഉറക്കമാണ്. അപ്പോൾ നമ്മുടെ പാർക്കിങ്ങിൻ്റെ അവിടോട്ട് പാർക്ക് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ആദ്യം തന്നെ ഹൈപ്പർ മാർക്കറ്റിൽ പോയി. അപ്പോൾ ഇതിന് മുമ്പ് നമ്മൾ പോയി അപ്പോഴത്തേക്ക് ഗെയിംസ് മാത്രമേ നമ്മൾ കളിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇന്നും നല്ല റഷാണെന്നാണ് തോന്നുന്നത്, കാരണം പാർക്കിംഗ് പോലും അവിടെ സ്ഥലമില്ല. അപ്പോൾ ഇന്ന് എന്തായാലും ഹൈപ്പർ മാർക്കറ്റിൽ പോയി കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ എന്താവുമെന്ന് അറിയില്ല, നോക്കാം. അപ്പോൾ ഇത് മോക്കൊരു ഡ്രോയിങ് ബുക്ക് എടുക്കാൻ വേണ്ടി വന്നതാണ്. അവൾ കുറേ നാളുകൊണ്ട് ഒരു ഡ്രോയിങ് ബുക്കിന് വേണ്ടി പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെ അത് നോക്കിയിട്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ ഒരു ഹൗസ് വാമിംഗ് ഉണ്ട്. അപ്പോൾ അതിന് കൊടുക്കാൻ വേണ്ടി എന്തെങ്കിലും നല്ല ഗിഫ്റ്റ്സ് ഉണ്ടോ എന്ന് ഞങ്ങൾ നോക്കുവാണ്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോൾ എനിക്കൊന്ന് ഇഷ്ടപ്പെട്ടു. ഞാനങ്ങനെ അത് എടുക്കുകയും ചെയ്തായിരുന്നു. അപ്പോൾ ഡിന്നർ സെറ്റൊക്കെ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഈ ബ്ലൂ നല്ല ഭംഗിയുണ്ട്, നല്ല ലൈറ്റ് ബ്ലൂ കളർ, നല്ല ഭംഗിയുള്ള ഒരു ഡിന്നർ സെറ്റാണ്. നല്ല വെർത്താണ് കേട്ടോ എല്ലാം. എൻ്റെ വീട്ടിൽ ഏറ്റവും കൂടുതൽ ചിലവുള്ള സാധനമാണ് കേട്ടോ ചോക്കോസ്. അപ്പോൾ ഇപ്രാവശ്യം എന്തായാലും മാറ്റി കെലോഗ്സ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതുവരെ വാങ്ങിക്കൊടുത്തിട്ടില്ല കെലോഗ്സ്, ചോക്കോസാണ് എപ്പോഴും വാങ്ങുന്നത്. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം ഒന്ന് വാങ്ങിക്കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒരു ഫ്രൂട്ട് ഫ്ലേവറാണ് കേട്ടോ, എല്ലാം നല്ല ഡിസ്കൗണ്ട് ഉണ്ട്. അപ്പോൾ അടുത്ത് നമ്മൾ പോയത് ഈ ഒരു സെക്ഷനിലോട്ടാണ് കേട്ടോ, നമ്മുടെ ചിക്കൻ ഫിഷൊക്കെ ഉള്ള ഈ ഒരു സെക്ഷനിലോട്ട്. അപ്പോൾ എല്ലാം ബോക്സിലാക്കി എല്ലാം കട്ട് ചെയ്ത്, അപ്പോൾ ഭയങ്കര ഈസി ആയിരിക്കും നമ്മളിതുപോലെ വാങ്ങിക്കുവാണെങ്കിൽ. നമുക്ക് കട്ട് ചെയ്യാനൊന്നും പെട്ടെന്ന് മെനക്കെടേണ്ട ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു സെക്ഷൻ വന്നിട്ട് എല്ലാം മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ തന്നെ. അപ്പോൾ ഈ ഒരു സെക്ഷൻ വന്നിട്ട് ഫിഷാണ്. അപ്പോൾ നമുക്ക് മുഴുവനായിട്ട് പൊള്ളിക്കാൻ പാകത്തിനുള്ള നല്ല വലിയ മീനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാത്തിൻ്റെ റേറ്റും അതിൻ്റെ സൈഡിൽ തന്നെ ഉള്ളതുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി വാങ്ങാവുന്നതാണ്. അപ്പോൾ നമ്മൾ കുറേ സാധനങ്ങളൊക്കെ വാങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ കൗണ്ടറിൻ്റെ ആ ഒരു സൈഡിലോട്ട് വന്നത്. അപ്പോഴാണ് കാണുന്നത് ഇവിടെ ഒരുപാട് ഓഫേഴ്സിൻ്റെ ആ ഒരു സെക്ഷനാണ് കേട്ടോ. ഓഫേഴ്സ് ഉള്ള സാധനങ്ങളെല്ലാം ഈ ഫ്രണ്ട് സെക്ഷനിലായിട്ടാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞങ്ങളങ്ങനെ നോക്കിയപ്പോൾ ഒത്തിരി നല്ല ബിസ്ക്കറ്റ്സ് ആയാലും എല്ലാം ഒരുപാട് നല്ല ഡിസ്കൗണ്ടുകളുണ്ടായിരുന്നു. അപ്പോൾ ഇത് വന്നിട്ട് പിക്കിൾ സെക്ഷനാണ്. അപ്പോൾ എല്ലാ വെറൈറ്റീസിൻ്റെ പിക്കിൾസും ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതാണോ വേണ്ടത് അത് നമ്മൾ പറഞ്ഞാൽ മതി. എത്ര ഗ്രാമാണോ വേണ്ടത് നമുക്ക് തൂക്കി വാങ്ങാവുന്നതാണ്.
അപ്പോൾ ഇവിടെ വന്നപ്പോൾ സ്വീറ്റിൻ്റെ സെക്ഷനാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് ബിലാലിന് സ്വീറ്റ്സ് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ അവന് ഓറിയോ ലഡുവാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്ന് തോന്നുന്നു. അപ്പോൾ അതാണ് കാണിച്ചു തരുന്നത് മേടിച്ച് കൊടുക്കാനായിട്ട്. പക്ഷേ ഭയങ്കര റഷാണ്, കൗണ്ടർ മൊത്തം നല്ല തിരക്കാണ് കേട്ടോ. അവർ എടുക്കുന്നില്ല, അവർ വിളിച്ചിട്ട് അവർ വരുന്നില്ല. അവർ പാക്കിങ്ങും ബാക്കി കാര്യങ്ങളിലൊക്കെ ഭയങ്കര ബിസിയാണ്. ഒരുപാട് നേരം നമുക്ക് ഇവിടെ നിൽക്കേണ്ടി വന്ന് വാങ്ങിക്കാനായിട്ട്. അപ്പോൾ എല്ലാത്തിൻ്റെ റേറ്റും കാര്യങ്ങളും ഒക്കെ സൈഡിൽ തന്നെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എത്രയാണോ വേണ്ടത് അത് നമ്മൾ പറഞ്ഞു കൊടുത്താൽ മതി, അതിനനുസരിച്ച് അവർ തൂക്കി തരുന്നതാണ്. ഇത് കുബൂസിൻ്റെ സെക്ഷനാണ്. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കുബൂസ് വരുന്നത് കാണാനായിട്ട്. പക്ഷേ വാങ്ങാനൊന്നും പറ്റിയില്ല, കാരണം അവിടെ ഒന്നും നിൽക്കാൻ പോലും ഗ്യാപ്പില്ല, അത്രമാത്രം തിരക്കായിരുന്നു മേടിക്കാനായിട്ട്. അപ്പോൾ ഇത് വാങ്ങി കൊടുത്തപ്പോഴത്തേക്ക് ആൾ കുറച്ച് കൂളായിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമ്മൾ ബില്ലിൻ്റെ സെക്ഷനിൽ പോവാണ്. വെജിറ്റബിളിൻ്റെ സെക്ഷനൊക്കെ കാണിച്ചു തരണമെന്നുണ്ടായിരുന്നു, പക്ഷേ ബിലാലിനെ കാരണം ഒന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അവനെല്ലാം കൂടി കരഞ്ഞ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് അവനെ എടുക്കേണ്ടി വന്നു. പിന്നെ എന്തായാലും ബില്ലൊക്കെ ചെയ്തു. ഞങ്ങളിപ്പം സാധനങ്ങളൊക്കെ കൊണ്ട് താഴോട്ട് പോവുകയാണ്. അപ്പോൾ ഡയറക്റ്റായിട്ട് കാറിൽ തന്നെ കൊണ്ടിടാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ സാധനം അവൻ്റെ കയ്യിൽ കിട്ടി പൊട്ടിച്ച് കൊടുത്തപ്പോഴത്തേക്ക് അവനൊന്ന് ഓക്കെ ആയി. അപ്പോൾ ഇക്കാടെ ഉമ്മയും മോളും അവിടെ തന്നെ ഫ്രണ്ടിൽ ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കാറിലുള്ള സാധനങ്ങളൊക്കെ വെച്ചതിന് ശേഷം ഞങ്ങൾ മുകളിലോട്ട് പോയി. അപ്പോൾ ഇനി ഒത്തിരി നേരം നിൽക്കണമെന്നില്ല, കാരണം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ എല്ലാം കണ്ടതാണ്. അപ്പോൾ ഇനി എന്തായാലും പെട്ടെന്ന് ഇറങ്ങാമെന്നാണ് പ്ലാൻ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴത്തേക്ക് ഫുൾ ടൈം ആ ഗെയിമിൻ്റെ സെക്ഷനിലാണ് സ്പെൻഡ് ചെയ്തത്. അപ്പോൾ ഫ്രണ്ടിലോട്ടൊന്നും നമുക്ക് പോയി നോക്കാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഫ്രണ്ടൊക്കെ പോയി ഒന്ന് കണ്ടിട്ട് തിരിച്ച് വരാമെന്ന് വിചാരിച്ചു. പിന്നെ കുറച്ച് നേരം ഫ്രണ്ടിൽ നിന്നു, കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ തിരികെ നമ്മൾ അകത്ത് കയറുന്ന സമയത്ത് ഈ ഒരു ഷോ നടന്നിട്ടിരിക്കുമായിരുന്നു. അതൊരു ബബിൾസ് വെച്ചിട്ടുള്ള ഒരു ഷോയാണ്. അപ്പോൾ കുറച്ച് നേരം അവിടെ നിന്ന് അതൊക്കെ കണ്ടു. പിന്നെ ഇതാ ഈ ഒരു ലൈറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്ന് അസ്നാക്ക് ഫോട്ടോ എടുക്കണമെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറച്ച് നേരം ഫോട്ടോയും ഒക്കെ എടുത്ത് അതിന് ശേഷം ഞങ്ങൾ മുകളിലോട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. പിന്നെ എന്തായാലും ഇവിടെ വരെ വന്നതല്ലേ എന്ന് വിചാരിച്ച് ഇവിടെ കയറിയപ്പോൾ പ്രത്യേകിച്ചൊന്നും കളിച്ചിട്ടൊന്നും ഇല്ലായിരുന്നു. കാരണം അന്ന് വന്നപ്പോൾ ഒരുപാട് നേരം നിന്ന് കളിച്ചു. അപ്പോൾ ഇപ്പം എന്തായാലും ഒത്തിരി ലേറ്റുമായി. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ട് പോകാമെന്ന് വിചാരിച്ചു.
അപ്പോൾ ഇവിടെ ഇപ്പോൾ ഫുഡ് കോർട്ടിലാണ് വന്നത്. അപ്പോൾ ഇവിടെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലും കഴിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇത്ര ഉള്ളു കേട്ടോ ലുലു മാളിനകത്തെ വിശേഷങ്ങൾ. അപ്പോൾ ഇനി നമ്മൾ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്യാം. അപ്പോൾ എന്തായാലും നമ്മൾ ബൈ ബൈ പറഞ്ഞ് ഇറങ്ങുവാണ്. ഒത്തിരി ലേറ്റായി ഞങ്ങൾ ഇറങ്ങിയപ്പോൾ തന്നെ. കാലൊക്കെ നല്ല വേദനയാണ് കേട്ടോ. ഒത്തിരി നടന്നു. അപ്പോൾ എന്തായാലും നമ്മൾ വീട്ടിലോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങൾ വരുന്നെങ്കിൽ ഒരു 6 മണിക്ക് ശേഷമൊക്കെ വരിക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു നൈറ്റ് ടൈമിന് വരാൻ വേണ്ടി നോക്കുക. അപ്പോഴാണ് കേട്ടോ കുറച്ചും കൂടി ഭംഗി കാണാനായിട്ട്. ആ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോഴാണ് കുറച്ചും കൂടി നല്ലൊരു ഭംഗി തോന്നുന്നത്. അപ്പോൾ വീണ്ടും നല്ല വ്ളോഗ്സും റെസിപ്പീസും ഒക്കെ ആയിട്ട് കാണാം. അതുവരെ ബൈ ബൈ.